പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നലെ അച്ഛൻ നിങ്ങളുമായി പങ്കുവച്ച വചനഭാഗം ഏത് സമൃദ്ധിയിലും ഏത് സമ്പത്തിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ വിസ്മരിക്കാതെ ജീവിച്ച എസ്തേറാഞ്ഞ് ധ്യാനിച്ചു. ഇന്ന് നാം ഒരു രാജാവിനെ കുറിച്ച് ധ്യാനിക്കുന്നു. ആ രാജാവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഏറെ സമത്വമായ സമ്പത്ത് നൽകി. അതാണ് സാവൂൾ രാജാവ്. ഈ സാവൂൾ രാജാവ് ദൈവത്തോട് ചേർന്ന് ജീവിച്ച വ്യക്തിയാണ്. എപ്പോഴും ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും ദൈവത്തോട് ആലോചന ചോദിച്ചേ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരുണ്ട്, മറ്റു മക്കളുണ്ട്. ഇവർ നിമിത്തമായിട്ട് ദൈവത്തോട് ഒരു ഹോട്ട് ലൈൻ കോണ്ടാക്റ്റ് പോലെ എപ്പോഴും മെസ്സേജ് എടുക്കും. തമ്പുരാൻ്റെ ആരായും തമ്പുരാൻ പറയുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് ഈ സാവൂൾ എന്ന ഈ ചെറുപ്പക്കാരനെ ദൈവം ഏറെ സ്നേഹിച്ചു. അവന് സുന്ദരനായിരുന്നു, പലതരത്തിലും കഴിവുകളുണ്ടായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ രാജാവായപ്പോൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നു. രാജാവാവുന്ന സമയത്തും ദൈവം സമത്വമായി അവൻ അനുഗ്രഹിച്ചു, എല്ലാ തരത്തിലും അനുഗ്രഹിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? അവൻ ദൈവത്തെ മറന്നു. കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, ചട്ടങ്ങളും കൽപ്പനയും ലംഘിച്ച് ദൈവത്തെ മറക്കരുത്. സാവൂൾ രാജാവ് ലംഘിച്ചു, പിന്നെ നേരമില്ല. അതാണ് കുഴപ്പം. പ്രിയമുള്ളവരെ, സമൃദ്ധി ഉണ്ടായപ്പോൾ, സമ്പത്തുണ്ടായപ്പോൾ എല്ലാം തന്ന ദൈവത്തെ മറന്നു, വിസ്മരിക്കുന്നു. അവന് പിന്നെ ചിന്തിക്കാനോ ദൈവത്തോട് ആലോചിക്കാനോ ഒന്നും സമയമില്ല. വലിയ അബദ്ധത്തിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് സ്ഥാനമില്ല, കൽപ്പനക്ക് സ്ഥാനമില്ല, തിന്മയിലേക്ക് പടിപടിയായി വീഴുകയാണ്. പല കൽപ്പനയും ലംഘിച്ചു, അതൊന്നും അവൻ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവസാനം എന്ത് സംഭവിക്കുന്നുണ്ട്? സ്വാർത്ഥയിൽ മാത്രം ജീവിക്കുന്നു, അഹങ്കാരം വരുന്നു, മറ്റു മക്കളെ ശത്രുക്കളായി കരുതുന്നു. തിന്മ പ്രവേശിക്കുവാൻ സാവൂൾ രാജാവ് അവസരം കൊടുത്തു. അവൻ തിന്മാനെ കീഴടക്കി. അവിടെ വചനം വായിക്കുന്നുണ്ട്, ഒരു ദുരാത്മാവ് സാവൂളിലേക്ക് പ്രവേശിച്ചു. ആ ദുരാത്മാവ് സാവൂളിനെ നശിപ്പിച്ചു. പലതരത്തിൽ തിന്മയ്ക്ക് അവൻ അടിമപ്പെട്ടുപോയി, ദൈവത്തെ മറന്നു. ഫലമോ ദുരന്തം ജീവിതത്തിൽ സംഭവിക്കുന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, സമ്പത്തും സമൃദ്ധിയും സ്ഥാനമാനങ്ങളും കിട്ടുമ്പോൾ അതിൽ മതിമറന്ന് അഹങ്കരിക്കരുത്. മറിച്ച് എന്ന് വേണമെങ്കിൽ കർത്താവ് എടുത്തു മാറ്റും. കർത്താവ് തന്നതാണ്. അപ്പോൾ ഏത് സമൃദ്ധിയിലും ഏത് വിജയത്തിലും എൻ്റെ ദൈവമായ കർത്താവാണ് എന്നെ വിജയിപ്പിച്ചതെന്ന്, എൻ്റെ ദൈവമായ കർത്താവാണ് എനിക്ക് സമൃദ്ധി നൽകിയെന്ന് ചിന്തിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഒന്നിലും സന്തോഷം കണ്ടെത്തേണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്, മറിച്ച് ദൈവത്തെ എല്ലാം കണ്ടെത്തി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശ്വാസം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.